സൺഡേ സ്പെഷ്യലായിട്ട് ഇന്ന് കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെയൊന്നും ഇവിടെ ബീഫ് വാങ്ങിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നല്ലൊരു കുറുകിയ ബീഫ് കറി വെക്കാന്ന് കരുതി. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ബീഫിലോട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മീറ്റ് മസാല, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലതുപോലെ തിരുമ്മി കൂട്ടി വെക്കണം. ഇതൊന്നും മസാല പിടിക്കുന്ന സമയം കൊണ്ട് കറിക്ക് ആവശ്യമുള്ള സവാള, തേങ്ങാക്കൊത്ത്, തക്കാളിയൊക്കെ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി കുക്കറിലോട്ട് ബീഫ് തട്ടി അതൊന്ന് വേവിച്ചെടുക്കാൻ ഞാൻ ഒരു 6 വിസിൽ കേൾപ്പിച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തത്. പിന്നെ അടുപ്പത്ത് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, പെരിഞ്ചീരകം, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് സവാളയും കൂടെ തട്ടിക്കൊടുത്ത് നല്ല രീതിയിൽ അങ്ങ് വഴറ്റിയെടുക്കാം. ഇതൊരു 3/4 ഭാഗം വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും തക്കാളിയും ചേർത്ത് വീണ്ടും നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, കുറച്ചധികം കുരുമുളക് പൊടി ഇട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫും കൂടെ തട്ടിയെടുത്ത് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് കറി റെഡി. അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി തൂ കൊടുക്കാൻ മറക്കണ്ട. സംഭവം നല്ല കിടിലൻ ടേസ്റ്റാണ്. നല്ല ചൂട് ചോറ് ഈ ബീഫ് കറിയും കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ പൊളിയാണ്. അപ്പോൾ ഓക്കെ, ബൈ.